ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പവർ പോയിന്റിൽ ഒരു പുതിയ ട്രിക്ക് പഠിച്ചാലോ? അതുവഴി നമ്മുടെ പവർ പോയിന്റിനെ കുറച്ചുകൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കിയാലോ? സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി ഞാനൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സ്ലൈഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി ഈ സ്ലൈഡിന് ഒരു ബാക്ക്ഗ്രൗണ്ട് നൽകാനായി ഞാൻ ഈ ഒരു ഇമേജ് ആണ് ബാക്ക്ഗ്രൗണ്ട് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി ആ ഇമേജിനെ ഒന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ലൈഡിൽ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിപ്പ് ബോർഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഇമേജ് സ്ലൈഡ് ബാക്ക്ഗ്രൗണ്ടായി ആഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യണം. അതിനായി ഇൻസേർട്ട് ടാബിൽ നിന്നും ഷേപ്പ് സെലക്ട് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നു. ഈ സ്ലൈഡ് മൊത്തം കവർ ആവുന്ന രീതിയിൽ ഞാൻ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഷേപ്പ് ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത് നോ ഔട്ട്ലൈൻ എന്നും ഷേപ്പ് ഫിൽ സെലക്ട് ചെയ്ത് ബ്ലാക്കും സെലക്ട് ചെയ്യുന്നു. ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തുകൊണ്ട് ട്രാൻസ്പെറൻസി 20% സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹെക്സഗണൽ പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി വീണ്ടും ഇൻസേർട്ട് ടാബിൽ നിന്നും ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഒരു ഹെക്സഗൺ സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒരു ഹെക്സഗൺ വരയ്ക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഹെക്സഗൺ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇവിടെ റൊട്ടേറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. ശേഷം ഇതിൻ്റെയും ഔട്ട്ലൈൻ നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത് തൽക്കാലം ഒരു വൈറ്റ് ഫിൽ നൽകുന്നു. പിന്നീട് ഇതിനെ ഞാനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അതിനായി കൺട്രോൾ ഡി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നു. 4 കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു. ശേഷം അവയെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ അവയെ അറേഞ്ച് ചെയ്യുകയാണ്. പിന്നീട് എല്ലാ ഷേപ്സും സെലക്ട് ചെയ്ത് ഒരേ ലൈനിലാണെന്ന് ഉറപ്പുവരുത്തുന്നു. ഇവയെല്ലാം ഗ്രൂപ്പ് ചെയ്യാനായി കൺട്രോൾ ജി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. ശേഷം ഇവ സെൻട്രൽ ആയി അറേഞ്ച് ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താം. ഇനി നമുക്ക് ഈ ഗ്രൂപ്പിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഒരു പാറ്റേൺ രൂപം ക്രിയേറ്റ് ചെയ്യാം. ഞാൻ 5 കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവയെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. സോ ഓരോ റോസും നമുക്ക് വളരെ ശ്രദ്ധയോടെ അറേഞ്ച് ചെയ്യാം. ഗ്യാപ്പ് തുല്യമായി വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവയെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും അൺഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു. വീണ്ടും എല്ലാ ഷേപ്സും സെലക്ട് ചെയ്ത് ഇവിടെ ഫിൽ എന്ന ഓപ്ഷനിൽ സ്ലൈഡ് ബാക്ക്ഗ്രൗണ്ട് ഫിൽ സെലക്ട് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ടായി അപ്ലൈ ചെയ്ത ഇമേജ് ഈ ഷേപ്സിലൂടെ കാണാവുന്നതാണ്. വീണ്ടും ഞാൻ ഓരോ റോസിനെയും സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്കുകയാണ്.
ഇനി നമുക്ക് ഈ ഗ്രൂപ്പുകളെല്ലാം സെലക്ട് ചെയ്ത് ആനിമേഷൻ അപ്ലൈ ചെയ്യാം. എല്ലാ ഗ്രൂപ്പും സെലക്ട് ആവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പോൾ എല്ലാ ഗ്രൂപ്പും സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ആനിമേഷൻ എന്ന ടാബിൽ പോയി ഞാൻ പ്ലൈൻ എന്ന ആനിമേഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ആനിമേഷൻ പെയിൻ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് എന്ന ഓപ്ഷൻ നൽകുന്നു. ഡ്യൂറേഷൻ 2 സെക്കൻഡ് ആക്കി നൽകുന്നു. ഇനി ഇവിടെ ഈ ആനിമേഷൻ പെയിനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഫക്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സ്മൂത്ത് ആൻഡ് മാക്സിമം സെലക്ട് ചെയ്യുന്നു. ഓക്കെ നൽകാം. ഇപ്പോൾ ഒരു ആനിമേഷൻ അപ്ലൈ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പും താഴെ നിന്നാണ് അനിമേറ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ആദ്യത്തെ 3 ഗ്രൂപ്പ് മുകളിൽ നിന്ന് അനിമേറ്റ് ആവുന്ന രീതിയിൽ ആണ് ആവശ്യം. അതിനായി ഞാൻ ഈ 3 ഗ്രൂപ്പും സെലക്ട് ചെയ്ത് ഇവിടെ എഫക്റ്റ് ഓപ്ഷൻസ് എന്ന ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് ഫ്രം ടോപ്പ് സെലക്ട് ചെയ്യുന്നു. സോ ഇപ്പോൾ ആദ്യത്തെ 3 ഗ്രൂപ്പ് മുകളിൽ നിന്ന് അനിമേറ്റ് ആവുന്നുണ്ട്. പക്ഷെ എങ്കിലും ഈ സെൻട്രലിലുള്ള ഗ്രൂപ്പ് മറ്റ് ഗ്രൂപ്പുകളുടെ അടിയിലൂടെയാണ് വരുന്നത്. എനിക്ക് അവ മറ്റ് ഗ്രൂപ്പുകളുടെ മുകളിലൂടെയാണ് അനിമേറ്റ് ചെയ്യേണ്ടത്. അതിനായി ഞാൻ ആ ഗ്രൂപ്പ് മാത്രം സെലക്ട് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റ് എന്ന ഓപ്ഷനിൽ പോയി ഇവിടെ ബ്രിങ് ഫോർവേഡ് എന്ന ഡ്രോപ്പ് ഡൗണിൽ നിന്നും ബ്രിങ് ഫ്രണ്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും മുകളിലുള്ളതും ഏറ്റവും താഴെയുള്ളതുമായ ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്ത് സെൻഡ് ബാക്ക് എന്ന് സെലക്ട് ചെയ്യുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത റെക്ടാങ്കിളിനും പുറകിൽ അത് പോയിട്ടുണ്ട്. അത് ഒഴിവാക്കാനായി ഈ റെക്ടാങ്കിൾ സെലക്ട് ചെയ്ത് റെക്ടാങ്കിളിനെ സെൻഡ് ടു ബാക്ക് എന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് ചെയ്ത ആനിമേഷൻ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. അതിനായി ഇവിടെ ആനിമേഷൻസ് എന്ന ടാബിൽ ഇവിടെ പ്രിവ്യൂ സെലക്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുകയാണ്. ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഞാൻ ആഡ് ചെയ്ത് നൽകുന്നു. ഒപ്പം അതിനൊരു ആനിമേഷൻ നൽകാം. ഇവിടെ സെയിം ഫ്ലൈൻ എന്ന ആനിമേഷൻ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുന്നു. അതിനോടൊപ്പം സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ്, ഡ്യൂറേഷൻ 2 സെക്കൻഡ്. ഇനി ഈ ആനിമേഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് ഓപ്ഷനിൽ പോയി ഇവിടെ ബൗൺസ് എൻഡ് എന്നുള്ളത് ഒരു 1.3 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ലൈഡ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്ലൈഡ് കൂടി ആഡ് ചെയ്യാം. അതിൽ ഞാൻ ഈ ഒരു ഇമേജ് ആണ് ബാക്ക്ഗ്രൗണ്ട് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ ഒന്ന് കോപ്പി ചെയ്ത് നമ്മുടെ സ്ലൈഡിൽ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. പിക്ചർ ആൻഡ് ഫ്രം ക്ലിപ്പ്ബോർഡ്. ആദ്യത്തെ സ്ലൈഡിൽ ചെയ്ത എല്ലാ പ്രൊസീജിയേഴ്സും ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒരു റെക്റ്റാങ്കിൾ വരച്ച് അതിന്റെ ട്രാൻസ്പെറൻസി 20% നൽകുന്നു. ഓക്കെ, ഇനി നമുക്ക് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത സ്ലൈഡിൽ നിന്നും പാറ്റേൺ കോപ്പി ചെയ്ത് ഈ സ്ലൈഡിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പാറ്റേൺ ആനിമേഷനോട് കൂടി തന്നെ ഈ സ്ലൈഡിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് നൽകാം. ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് നൽകുന്നത്. ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആനിമേഷൻ അപ്ലൈ ചെയ്യാം. സെയിം ആനിമേഷൻ തന്നെയാണ് നൽകുന്നത്. ഫ്രം ലെഫ്റ്റ്, സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ്, 2 സെക്കൻഡ് ഡ്യൂറേഷൻ,
റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് ഓപ്ഷനിൽ ബൗൺസ് ആൻഡ് 1.3 സെക്കൻഡ് നൽകുന്നു. ഓക്കെ. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്ലൈഡ് ആഡ് ചെയ്യാം. അതിനായി ഈ ഇമേജ് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ സ്ലൈഡിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് പിക്ചർ or texture fill from clipboard. ഓക്കെ. ഇനി നമ്മുടെ റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. സ്ലൈഡ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. Now outline, shape fill black, transparency 20%. ഓക്കെ. നമ്മുടെ സെയിം പാറ്റേൺ ഇവിടെയും അപ്ലൈ ചെയ്യാം. ഓക്കെ. ഈ സ്ലൈഡിന് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ഒന്ന് അറേഞ്ച് ചെയ്ത് നൽകാം. ശേഷം ആനിമേഷൻസ്, fly in, effects from left, start with previous, duration 2 seconds. വീണ്ടും ബൗൺസ് ആൻഡ് 1.3 സെക്കൻഡ്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. അതിനായി ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്ത് സ്ലൈഡ് ഷോ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ. സോ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.